ഒരു കുഞ്ഞ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് 4-ാം മാസമാകുമ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞ് എങ്ങനെയുള്ളതായിരിക്കും എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ അവൻ സ്വർഗാവകാശിയാണോ, ജീവിതത്തിൽ പരാജയപ്പെട്ടവനാണോ, വിജയിച്ചവനാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ജീവിതത്തിൽ ഒരു അമല് കൊണ്ടും ആ ഒരു രേഖപ്പെടുത്തിയ കാര്യം നമ്മളെ കൊണ്ട് മാറ്റാൻ കഴിയില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറയുകയുണ്ടായി. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശിഷ്യനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയും മാത്രമല്ല മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുരീദുമായ ശംഖൂറസ് എന്ന് പറയുന്ന ഒരു ജിന്ന് ഉണ്ടായിരുന്നു. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഈ ജിന്ന് ഇരിക്കുമ്പോൾ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജിന്നിനോട് ചോദിക്കുകയുണ്ടായി, 4-ാം മാസത്തിൽ പരാജയപ്പെട്ടവനായി രേഖപ്പെടുത്തിയ കുഞ്ഞ് പിന്നീട് ജീവിതത്തിൽ വിജയിച്ചവനായി മാറി തീർക്കാൻ കഴിയോ, ഏതെങ്കിലും ഒരു അമല് കൊണ്ട് മാറ്റാൻ പറ്റുമോ എന്ന്. അപ്പോൾ ആ ജിന്ന് പറഞ്ഞത്, അല്ലാഹു വ റസൂലുഹു ആലം, അല്ലാഹുവിനും അവന്റെ റസൂലിനും അറിയാമെന്ന്. ഉടനെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരൊറ്റ അമല് കൊണ്ട് ആ ഒരു രേഖപ്പെടുത്തിയ കാര്യം മാറ്റാവുന്നതാണ്. അത് വേറൊന്നുമല്ല, ഏതൊരുവൻ ജീവിതത്തിൽ എന്റെ മേൽ, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്തുകൾ അധികരിപ്പിക്കുന്നുവോ അവൻ ജീവിതത്തിൽ വിജയിച്ചവനായി തീരുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം